എന്തെങ്കിലും വല്ല ടെക്സ്റ്റൈൽസിൽ എന്തെങ്കിലും നോക്കണം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നിട്ടാണ്. അപ്പോൾ കണ്ണിന് വലിയ സ്ട്രെയിനൊന്നും ഇല്ലാതെ പഠിക്കാൻ നോക്കണമല്ല. അപ്പോൾ നമുക്ക് ജീവിക്കണ്ടേ. കാരണം എനിക്ക് എൻ്റെ മക്കളൊന്നും ഒപ്പം കൊണ്ടുവന്ന് നിർത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അവരെപ്പോഴും കൊണ്ടുവരണമെങ്കിലൊക്കെ ബസ്സിനൊക്കെ ഒരുപാട് കാശ് വേണം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പങ്കുവയ്ക്കുന്നത്. കുറച്ച് എൻ്റെ സങ്കടങ്ങളും പരാതികളും എല്ലാം അടങ്ങിയ നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലോണം വെള്ളം ഒഴിച്ച് വാർത്താല് നല്ല ചോറായി കിട്ടൂട്ടോ. ഞാൻ അവിടെ ഇരിക്കട്ടെ, വെള്ളം വാരട്ടെ. ഈ വെള്ളം കൊണ്ട് ഒഴിക്കുക. എത്ര വെള്ളമൊന്നും വേണ്ട. അപ്പോൾ നമ്മളാണ്ട് ഒഴിവാക്കിയാൽ ആ ചെമ്പാണ്ട് ഒഴിവാക്കി വെക്കുക. കുറച്ചുകൂടി ചോറുണ്ട്, പിന്നെ ഇനി കുട്ടികൾക്ക് കഞ്ഞിക്ക് എടുക്കാം. എന്നിട്ട് പിന്നെ വേറെ ചോറ് വാർക്കാനൊക്കെ തന്നെ. അപ്പോഴേക്ക് 10 മിനിറ്റ് കൊണ്ട് പുട്ടിന്റെ പൊടി റെഡിയായി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ടും കടലക്കറിയാണ്. നമ്മുടെ പുട്ടിലേക്ക് അധികം തേങ്ങ വേണ്ട കേട്ടോ. ആർക്കും ഇഷ്ടമല്ല തേങ്ങ ഇടുന്നത്. അപ്പൊ കുറച്ച് തേങ്ങ ഇടുള്ളൂ കേട്ടോ. പേര് നമ്മൾ വേറെ 2 കഷ്ണമാവാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ മാത്രമേ ഇടുള്ളൂ. എല്ലാവരും പറയുന്നതിൽ നിറച്ച് തേങ്ങയാണ്. മൈക്കോണല്ലേ, അവിടെ ഓണല്ലേ. അപ്പൊ നമ്മള് പുട്ടുണ്ടാക്കട്ടെ. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം. ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ ഇനി പൂവിടണമെങ്കിലൊക്കെ ഈ മഴ മാറിയിട്ട് വേണം. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ചായക്കടി ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മൾ ഇടയ്ക്ക് ചിരട്ടോണ്ട് തന്നെ ഇടയ്ക്കേട്ടാ. കണ്ടാ എങ്ങനെയുണ്ട് കടലക്കറി? കുറച്ചുകൂടി കടലക്കറി ഉണ്ടാക്കണം. ഇത് ഇന്നലത്തെ കടലക്കറിയാണ്. അപ്പൊ അതൊന്ന് ചൂടാക്കാൻ വിചാരിച്ച്. ഒന്ന് അടിപൊളി കടലക്കറി ആട്ടാ. ഇതായിട്ട് തികയില്ല. അപ്പൊ കുറച്ചുകൂടി എന്തെങ്കിലും വേറെ കറി കൂടി ഉണ്ടാക്കണം. ഇവിടെ കുറെയൊക്കെ പൂക്കൾ നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ചെമ്പരത്തി ഒക്കെ കണ്ടില്ലേ? ഓറഞ്ച് ചെമ്പരത്തിയും മുറ്റത്ത് കുറെയൊക്കെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടാ. ഇപ്രാവശ്യം മഴ ആയതുകൊണ്ട് കുറച്ചൊക്കെ പൂവുണ്ട്. എന്നാലും നല്ല മഴ അങ്ങനെ നിന്നാ പൂക്കളൊന്നും അങ്ങനെ നിൽക്കില്ല. മഴയായപ്പോ പകുതി പൂവിട്ടിട്ട് പോയതാണ് കേട്ടാ. ഇനി ബാക്കി പൂവ് ഇടാനുണ്ട്. നമ്മൾ ഇങ്ങനെ ഈ കൊടയിട്ട് മൂടി കൊടുക്കുക ചെയ്യുക. മഴ പെയ്യുണ്ടല്ലോ എപ്പോഴും. പല മുണ്ടും വേണമായിരുന്ന തലയിലിടാന്. ഒരു മുണ്ടിട്ട് തന്നാ ശരിക്കുവാ. ആ പൂവ് ഇങ്ങോട്ട് എടുത്താ. ഇത് മുക്കൂറ്റിയാണ് കേട്ടോ. നമ്മളവിടെ ഇഷ്ടംപോലെ ഉണ്ട് മുക്കൂറ്റി. അമ്മ ഗ്യാസ് ഓഫ് ആക്കാൻ പറയാം. അതിൽ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നീ മറന്നു പോകിനും നീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനി. ഇപ്പൊ കൊണ്ടുവരുമോ? മഴ ഉള്ളാതൊക്കെ കൊണ്ടുപോയതല്ലേ കൊട. അതിനാ കരയണ്? അമ്മച്ചൻ കൊട ഉണ്ടോ? ഒരു കുട്ടി കരയണോക്ക്. അങ്ങനെ എന്നോട് ആരാ അവിടെ പൂടാൻ പറഞ്ഞേ? എങ്ങനെ ഇട്ട് പോവുക? ഒരു പൂവ് ഇടുമ്പോടോ അത് ഇടുമ്പോ നേരാക്കി ഇടണ്ടേ. ഈ വാടാമല്ലി ഉണ്ടോ? കുറച്ചിങ്ങനെ വട്ട ആ കട്ടുമോക്ക് ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ കൊട ഇന്നലെ നിവർത്തി വെക്കാതെ എല്ലാരും കടന്നിരുന്നു. നല്ല അടിപൊളി തേങ്ങ ഒക്കെ അരച്ചിട്ടുള്ള കടലക്കറി ഇട്ടാ ചുറ്റും എന്താ പൂക്കളം ഒരുക്കലും എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ചായ കുടിക്കാണ്. പുട്ടും കടലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അറിയുമ്പോൾ മക്കളൊരു നമ്മൊരു SP ആണ്. SP എന്ന് പറഞ്ഞാൽ സ്വയം കേട്ടോ. ഞാനിന്ന് എൻ്റെ കടലക്കറീനെ പൊക്കി പറയാം. നമ്മളെങ്കിലും നമ്മളെ കടലക്കറീനെ പൊക്കി പറയണ്ട. ആരും പറഞ്ഞില്ലേ? ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. എന്നാ കരിക്കുട്ട മഴയത്താ പോകുന്നത് അല്ലേ? അനിയത്തി മക്കള് വന്നാണ് കേട്ടാ. ഋതു വന്നിട്ടില്ല. ഋതു എവിടെ?
അനിയത്തി ഇപ്പൊ വന്നപ്പോഴേ കുറച്ച് കോഴിപ്പാട്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിന്ന് ഇത് റെഡിയാക്കാം. നന്നാക്കലൊക്കെ അമ്മേന് കേട്ടോ. എനിക്കിത് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് തിന്നാൻ പറ്റാത്ത ഒരു അസുഖമുണ്ട്. ഇതാ പായസം, പഞ്ചാമൃതം ഷണ്ണക്കട്ട തിന്ന. ഏയ് എങ്ങനെയുണ്ട്? ഇത് എവിടുന്നടി പഞ്ചാമൃതം റസിയ? ഓളെ ഇളച്ച പറശ്ശിനിയിലല്ലേ പഴനിയിലല്ലേ പഞ്ചാമൃതം ഉണ്ടാവുക. പഴനി പോയപ്പോ കൊണ്ടുവന്ന അത്രേ. അപ്പൊ ഇങ്ങോട്ടൊരു ബോട്ടിൽ കൊടുന്നാട്ടാ. എടി പെണ്ണുങ്ങളെ സ്വീകരിക്കുന്ന കണ്ണാ ചോദിക്കൂലേ? ഒരു പ്ലേറ്റ് എടുത്ത് തന്നാ മേമ കുട്ടി. കണ്ണന്റെ പ്ലേറ്റ് കൊണ്ടാ. അഞ്ചു ചേച്ചിയോടും തുമ്പി ചേച്ചിനോടും പഞ്ചാമൃതം വേണമെങ്കിൽ വരാൻ പറയും. ഇപ്പൊ തീരും പിന്നെ വന്നിട്ട് കാര്യമില്ല അറി. ഇന്നലെ കണ്ണാ വീണ താഴേക്ക് നോക്കാതെ പായല്ലേ. കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിച്ചോട്ടാ. ചീക്കൂട്ടാ മേമയ്ക്ക് ഒരു പാത്രം എടുത്താ, അമ്മയ്ക്ക് ഒരു പാത്രം എടുത്താ. പഞ്ചാമൃതം നല്ല ടേസ്റ്റ് ആണ്. പണ്ടേ മധുരം നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ വിചാരിക്കും ഇപ്പോഴല്ലേ ഇതൊക്കെ കഴിക്കുള്ളൂ, കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗർ ഒന്നും ഉണ്ടെങ്കിൽ കഴിക്കാനും പറ്റില്ല. നമുക്ക് കുറച്ച് പാർട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അത് ഉണ്ടാക്കുക. കഴുകി നന്നാക്കി വെച്ചതാണ്. ഞാനിത് എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ കുക്കറിൽ വിസിലടിക്കലാണ്. 2-3 വിസിൽ വന്നാൽ മതി കേട്ടാ. ഇത് ഒരു കുക്കറിനനുസരിച്ചിട്ടാണ്. ഇതിലൊരു 3 വിസിലൊക്കെ വന്നാൽ തന്നെ ആവും. അപ്പൊ മല്ലിയും കുറച്ച് മഞ്ഞ, ഇത് അത്ര അളവൊന്നും കണക്കാക്കിയിട്ടില്ല. കുറച്ച് മല്ലിപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 3 വിസിലടുപ്പിക്കും. പിന്നെ നമ്മൾ അതിന് ഉള്ളിയൊക്കെ ഉണ്ടാക്കൂലേ, അപ്പൊ അതിന്റെ മസാലയ്ക്ക് അനുസരിച്ചിട്ട് അപ്പൊ നമ്മള് ബാക്കി കുറവുള്ള എരിവൊക്കെ ഇട്ട് കൊടുക്കലാട്ടെ ചെയ്യല്. കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് അത് പാകാക്കും. കുക്കറിലാവുമ്പോ പിന്നെ നമുക്ക് വെന്തില്ല എന്നുള്ളൊരു സംശയമൊന്നുമില്ല. നല്ല ധൈര്യത്തില് കഴിക്കട്ടെ. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പാർട്സ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇവിടെ. കോഴിക്കടകളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അപ്പൊ ഇടയ്ക്ക് ഞങ്ങള് പാർട്സ് വാങ്ങും. ചിക്കനും വാങ്ങലുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഇടയ്ക്ക് പാർട്സ് വാങ്ങും. പാർട്സ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചു പോവും അമ്മ. വേപ്പിൻ്റെ ഇലൊക്കെ അതിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചത് നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടായ വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പൊ മഴയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാതെ മഴ പെയ്യും. ഒരു ജാതി ഒരു മഴ ദിവസമാണ്. ഒരു മഴ തോരുമ്പോഴേക്കന്നെ അടുത്ത മഴയും പെയ്യും. അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പൊ പിന്നെ മഴയ്ക്കിടയിൽ പോയി കൊണ്ടുവന്ന് വെച്ചാണ് അമ്മ. അപ്പൊ ഇനി വിസിൽ വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മസാല ഒക്കെ റെഡിയാക്കാനുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ നുറുക്കിയെടുക്കട്ടെ, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ. അപ്പൊ നമ്മൾ ഈ മരപ്പലകയില് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന മരപ്പലകയാണ്. 4 ചെറിയ ഉള്ളി, ചെറുതല്ല അത്യാവശ്യം വലിപ്പമുള്ള ഉണ്ട്, മീഡിയം സവാള കേട്ടാ. 2 തക്കാളിയും 3 പച്ചമുളകും നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി നന്നാക്കി കാണിച്ചിട്ടിയേ. എന്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ ചിക്കനൊക്കെ. പക്ഷെ എന്താ ചെയ്യ, 2 ആളല്ലേ ഉള്ളൂ ഇവിടെ, 2 ആൾ അവിടെ അല്ലേ. പൊട്ടും മര്യാദക്ക് നിന്നോണേ. 2 ആൾ അവിടെയാണ്. ഞാൻ പറഞ്ഞല്ലോ 4 ആളെയും കൂടി നിർത്താനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പണിക്ക് പോവുകയാണെങ്കിൽ തന്നെ അവരെ 4 ആളെയും കൂടി ഒന്നും മാനേജ് ചെയ്യാൻ ആർക്കും പറ്റൂല. എന്തെങ്കിലും വല്ല ടെക്സ്റ്റൈൽസിൽ എന്തെങ്കിലും നോക്കണം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നിട്ടാണ്. അപ്പോൾ കണ്ണിന് വലിയ സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ പണിക്ക് നോക്കണമല്ല. അപ്പൊ നമുക്ക് ജീവിക്കണ്ടേ, വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. അപ്പൊ അവരെ നോക്കാനും പ്രയാസമാവും. അത് കാരണമാണ് മെയിനായിട്ട് അവരെ ഞാൻ കൊണ്ടുവരാത്തത് കേട്ടോ. പിന്നെ അതിലുള്ള അവരെ നോക്കുമ്പോൾ 2 ആളെ നോക്കണ പോലെ അല്ലല്ലോ, എല്ലാവരും കൂടി ആവുമ്പോൾ ചിലവ് കൂടിയല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് അത്രമാത്രം സാമ്പത്തിക ശേഷി ഉള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മളൊരു സാധാരണക്കാരൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ എങ്ങനെയെങ്കിലും ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടൊന്ന് കയറണം. കാരണം എനിക്ക് വേറൊരു വരുമാന മാർഗ്ഗമില്ല. ഞാൻ പറഞ്ഞില്ല, ജോലിയില്ല, ജോലിക്ക് പോകാനും പറ്റില്ല. കണ്ണിന് കാഴ്ച കുറവാണ്. ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി മറ്റേ കണ്ണിൻ്റെ ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
കാരണം എനിക്ക് എൻ്റെ മക്കളൊന്നും ഒപ്പം കൊണ്ടുവന്ന് നിർത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അവരെപ്പോഴും കൊണ്ടുവരണമെങ്കിലൊക്കെ ബസ്സിനൊക്കെ ഒരുപാട് കാശ് വേണം. അപ്പോൾ എനിക്ക് എല്ലാറ്റിനും ഇപ്പോൾ ഒരാളോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. എനിക്ക് ചാനലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ണേറ്റ് വയ്യാത്ത കാരണം എഡിറ്റിങ്ങും ഒക്കെ ബുദ്ധിമുട്ടായ കാരണം ചാനൽ നിർത്തി. ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരുന്നു, 5K സബ്സ്ക്രൈബറൊക്കെ ആയിരുന്നു. അപ്പോഴാണ് കണ്ണിന് വയ്യാതായതൊക്കെ. കണ്ണിന് വയ്യാതായി, ഫോണിൽ പൊട്ടി, സർജറി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ആ ചാനൽ വിട്ടു. പിന്നെയാണ് എനിക്ക് തോന്നിയത് എങ്ങനെയെങ്കിലും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ, ഒരു വരുമാന മാർഗം കാണണ്ട. അപ്പോൾ ഇപ്പം മോൾക്ക് കുറേശ്ശെ എഡിറ്റിംഗ് ഒക്കെ പഠിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എഡിറ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ എങ്ങനെയെങ്കിലും ഈ ചാനൽ വിജയിച്ചാൽ എന്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ ഉപകരിക്കാനുള്ള ഒരൊറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. പിന്നെ നമുക്ക് വേറെ ഓരോട് കൈനീട്ടി വാങ്ങാനൊരു മടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചാനൽ തുടങ്ങാൻ പിന്നെ ഞാൻ ചിന്തിച്ചത് കേട്ടോ. എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ മസാലയിൽ ചേർത്ത ആ ഭാഗമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴേക്ക് കറണ്ട് പോയി, ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി നമുക്കിത് കുക്കറിന് ഈ മസാല ഇട്ട ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. ഇതിൽ എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാലയും മല്ലിയും മുളകും മഞ്ഞളും ഉപ്പും ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലും ഒക്കെ കൂടി വാട്ടിയിട്ട് ഇട്ടത് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് വിളമ്പിട്ടോ, ഞാൻ അപ്പോൾ ഒക്കെ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ അതുപോലെ നല്ല വറ്റിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടോ. കാണുമ്പോൾ തന്നെ നല്ല തിന്നാൻ തോന്നും. അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ ചോറ് വെക്കാൻ പോകാം. എങ്ങനെയുണ്ടടി, നന്നായിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം.